നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീൽ ദേശീയ ടീമിന്റെ പരിശീലകനായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ മത്സരത്തിൽ തന്നെ അഥവാ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് പരിശീലകനായ ഡൊറിവാൾ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ്. കരുത്തരായ ഇംഗ്ലണ്ടിനെയാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. വെംബ്ലി സ്റ്റേഡിയത്തിൽ എൻട്രിക്ക് നേടിയ ഗോളാണ് ബ്രസീലിന് മത്സരത്തിൽ വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മത്സരത്തിൽ മികച്ച പ്രകടനം ബ്രസീൽ നടത്തി. ഒരുപാട് ഗോളവസരങ്ങൾ തുറന്നെടുക്കാൻ ബ്രസീലിന് കഴിഞ്ഞു. ഫിനിഷിങ്ങിലെ അപാകതകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു മാർജിനിൽ ബ്രസീൽ വിജയിക്കുമായിരുന്നു. എന്നാൽ ഈ വിജയത്തിൽ ഒരു അമിതമായ ആവേശം വേണ്ട എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഡൊറിവാൾ ജൂനിയർ തന്നെ നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ ശാന്തതയോടുകൂടി ഇരിക്കണം എന്നാണ് ബ്രസീൽ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. വരുന്ന സ്പെയിനെതിരെയുള്ള മത്സരത്തെക്കുറിച്ചും ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഡൊറിവാൾ ജൂനിയറുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇവിടെ ടീമിന് ഈയിടെ ചില ഉലച്ചിലുകൾ സംഭവിച്ചിരുന്നു. അത് ആരുടെയും ഒരു കുറ്റമല്ല, സ്വാഭാവികമായും സംഭവിക്കുന്ന ഒന്നാണ് അത്. അതിൽ നിന്നും കരകയറാൻ ആവശ്യമായ കോൺഫിഡൻസ് വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഈ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ നമ്മൾ ഇവിടെ ശാന്തതയാണ് പാലിക്കേണ്ടത്. ഇപ്പോൾ തന്നെ നമ്മൾ ആഘോഷിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. 3 ദിവസത്തിനുള്ളിൽ മറ്റൊരു സങ്കീർണമായ ബുദ്ധിമുട്ടേറിയ മത്സരം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. എതിരാളികൾക്ക് നമ്മളെക്കാൾ ഒരു ദിവസം കൂടുതലായിട്ട് വിശ്രമിക്കാനുള്ള സമയം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈനപ്പിന്റെ കാര്യത്തിൽ ഒരു റീതിങ്കിങ് നടത്തേണ്ടി വരും. ട്രെയിനിങ്ങിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ തീരുമാനിക്കുക. ഇതാണ് ഡൊറിവാൾ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വരുന്ന ബുധനാഴ്ചയാണ് ബ്രസീലും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുക. രാത്രി ഇന്ത്യൻ സമയം 2 മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുക. റയൽ മാഡ്രിഡിന്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് ഈ പോരാട്ടം അരങ്ങേറുക. കഴിഞ്ഞ മത്സരത്തിൽ കൊളംബിയയോട് പരാജയപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സ്പെയിൻ ഈ ഒരു മത്സരത്തിന് വരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.